നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിൽ വരുന്ന 2ാമത്തെ പാഠഭാഗമാണ്. പാഠഭാഗം ഏതാണ്? പാടി വീട്ടാത്ത കടങ്ങൾ. പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. അതിനുശേഷം ഇതിൻ്റെ ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കുക. യേശുദാസ് സിനിമയിൽ ആദ്യമായി പാടിയതിൻ്റെ 60ാം വാർഷിക ദിനമായ 2021 നവംബർ 14 മലയാള മനോരമയിൽ ഞായറാഴ്ച പ്രസിദ്ധീകരിച്ച അതിശയരാഗമെന്ന അഭിമുഖത്തിൽ യേശുദാസ് ചെറുപ്പത്തിൽ നേരിട്ട പ്രതിസന്ധികളും സിനിമയിൽ ആദ്യമായി പാടിയ അനുഭവവും വിവരിക്കുന്ന ഭാഗമാണ് പാടി വീട്ടാത്ത കടങ്ങൾ. ഇതൊരു പാഠഭാഗമായിട്ടാണ് 8ാം ക്ലാസ്സിന് പഠിക്കാൻ തന്നിരിക്കുന്നത്. ആദ്യമായി പാടാൻ പോകുമ്പോൾ മദ്രാസിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പണം നൽകി സഹായിച്ച പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായി ചേട്ടനോടും പിതാവ് അഗസ്റ്റിൻ ജോസഫ് ആശുപത്രിയിൽ കിടന്ന് മരിച്ചപ്പോൾ മൃതദേഹം വിട്ടുകിട്ടാൻ പണം നൽകിയ ഗാനരചയിതാവ് പി ഭാസ്കരൻ മാഷിനോടുമുള്ള കടപ്പാട് യേശുദാസ് ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അഭിമുഖം നടത്തിയിരിക്കുന്നത് അനീഷ് നായരാണ്. ഈ പാഠഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? കടപ്പാടുകളെക്കുറിച്ചും കരുതലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ അത് നമ്മെ ഓർമ്മിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ പാഠഭാഗം. അദ്ദേഹം ആലപിച്ച ഗാനങ്ങളിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ക്ലാസ്സിൽ ആലപിക്കാനും അത് ആസ്വദിക്കാനും കൂടി നിങ്ങൾക്ക് ഇതിലൂടെ അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോക്ടർ KJ യേശുദാസിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായകനും സംഗീതജ്ഞനുമാണ് ഡോക്ടർ KJ യേശുദാസ് എന്ന കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ്. മലയാള സംഗീത ലോകത്തെ ഗാനഗന്ധർവനാണ് അദ്ദേഹം. അരനൂറ്റാണ്ടിലേറെ സംഗീത ലോകത്ത് നിറസാന്നിധ്യമായിരുന്നു. കാശ്മീരി, കൊങ്കണി എന്നീ ഭാഷയിലൊഴികെ മറ്റെല്ലാ ഭാരതീയ ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. തൻ്റെ പിതാവ് പാടിക്കൊടുത്ത പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ചാണ് യേശുദാസ് ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അനീഷ് നായർ ഗാനഗന്ധർവൻ KJ യേശുദാസുമായി നടത്തിയ അഭിമുഖമാണ് പാടി വീട്ടാത്ത കടങ്ങൾ. ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഗന്ധർവനാദമായി വളർന്ന ആ മഹാപ്രതിഭയുടെ സംഗീതയാത്രയിലെ കഷ്ടപ്പാടുകളും അദ്ദേഹത്തിന് കരുത്തും ഏകിയവരെ കുറിച്ചുള്ള ഓർമ്മകളും ഈ അഭിമുഖത്തിൽ ഹൃദയസ്പർശിയായി വരച്ചു കാട്ടുന്നു. തൻ്റെ ആദ്യ ഗാനമായ ജാതിഭേദം മതദ്വേഷം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ റെക്കോർഡ് ചെയ്ത അനുഭവത്തിൽ നിന്ന് തന്നെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയാണ്. ആ വരികളുടെ സാമൂഹികവും ദാർശനികവുമായ പ്രസക്തിയും മഹിമയും യേശുദാസ് എന്ന വ്യക്തിയുടെ ജീവിതാദർശമായി മാറിയെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ഗാനം ഉൾപ്പെട്ട കാൽപ്പാടുകൾ എന്ന സിനിമ പുറത്തിറങ്ങാൻ വൈകിയതും അതിനു മുമ്പേ വേലുത്തമ്പി ദളവയിലെ ടൈറ്റിൽ ഗാനം പുറത്തു വന്നതും ആ സിനിമയുടെ പിന്നണി ഗായകരുടെ കൂട്ടത്തിൽ തൻ്റെ പേര് ഉൾപ്പെടാതെ പോയതുമെല്ലാം യേശുദാസ് ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഇതാണ്. യേശുദാസിൻ്റെ ജീവിതത്തിലെ പാടി വീട്ടാത്ത കടങ്ങളെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന 2 അനുഭവങ്ങൾ. ആദ്യമായി പാടാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ ഒരു മടിയും കൂടാതെ 16 രൂപ നൽകിയ ടാക്സി ഡ്രൈവർ മത്തായി ചേട്ടനോടും അപ്പച്ചൻ്റെ മരണസമയത്ത് ആശുപത്രിയിൽ അടയ്ക്കാൻ 800 രൂപ നൽകി സഹായിച്ച ഓർമ്മകൾ. പി ഭാസ്കരൻ മാഷാണ് അദ്ദേഹത്തിന് ആ പണം നൽകിയത്. അവർ കേവലം വ്യക്തികളല്ല, മറിച്ച് പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്ത നന്മയുടെ പ്രതീകങ്ങളായിട്ട് വേണം നമുക്ക് പറയേണ്ടത്. തിരികെ കിട്ടുമെന്നൊരു ഉറപ്പില്ലാതെയാണ് ആ സഹായം അവർ കൊടുത്തത്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ സഹായങ്ങൾ, ആ കടപ്പാടുകളെ ആണ് അദ്ദേഹം ഇവിടെ വീട്ടാത്ത കടങ്ങൾ, പാടി വീട്ടാത്ത കടങ്ങളെന്ന് പറയുന്നത്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രതിഫലം കൃത്യമായി വാങ്ങണം എന്ന പാഠം പഠിച്ചു എന്ന് പറയുമ്പോഴും പ്രതിഫലം വാങ്ങാതെയും താൻ പാടാറുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10 വർഷം കഴിഞ്ഞ് തൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ കോടീശ്വര റാവുവിൻ്റെ ദീർഘവീക്ഷണം നിറഞ്ഞ വാക്കുകൾ കാലം തെളിയിച്ചു. ഇതൊരു അഭിമുഖം എന്നതിലുപരി കഷ്ടപ്പാടുകളെ അതിജീവിച്ച് പ്രതിബന്ധങ്ങളെ സംഗീതത്തിൻ്റെ സ്വരമാധുരിയിലൂടെ കീഴടക്കിയ ഒരു ഗാനഗന്ധർവൻ്റെ ഹൃദയശുദ്ധിയും വിശ്വാസവും വെളിവാക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ്. കണ്ടെത്താൻ പറയാം. 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്. 2 കടങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഇത്തരത്തിലുള്ള കടപ്പാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് പരസ്പരം പങ്കുവയ്ക്കുക. ആദ്യമായി സിനിമയിൽ പാടാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പണമില്ലാതെ വിഷമിച്ച യേശുദാസിൻ്റെ ടാക്സി ഡ്രൈവറായ മത്തായി ചേട്ടൻ ഒരു മടിയും കൂടാതെ 16 രൂപ നൽകി. അതുമാത്രമല്ല, അപ്പച്ചൻ മരിച്ച
കണ്ടെത്താം, പറയാം. രണ്ട് കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്. രണ്ട് കടങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഇത്തരത്തിലുള്ള കടപ്പാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് പരസ്പരം പങ്കുവയ്ക്കുക. ആദ്യമായി സിനിമയിൽ പാടാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പണമില്ലാതെ വിഷമിച്ച യേശുദാസിന് അദ്ദേഹത്തിൻ്റെ ടാക്സി ഡ്രൈവറായ മത്തായി ചേട്ടൻ ഒരു മടിയും കൂടാതെ 16 രൂപ നൽകി. അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിലെ ബില്ലടയ്ക്കാൻ പണമില്ലാതെ ദുഃഖിച്ചു നിന്ന യേശുദാസിനെ സഹായിക്കാൻ 800 രൂപയുമാണ് പി ഭാസ്കരൻ മാഷ് നൽകിയത്. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് തൻ്റെ ജീവിതത്തിലെ ഉണ്ടായ മറക്കാനാവാത്തൊരനുഭവം കൂടിയാണ് എന്ന് പറയുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എൻ്റെ അച്ഛനമ്മമാർ. അപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം ഇവിടെ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ഇപ്പോൾ പറയുന്നത്. ഈ അവസരത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ മറക്കാനാവാത്തൊരനുഭവം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഈ അവസരത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ മറക്കാനാവാത്ത ഒരനുഭവം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എൻ്റെ അച്ഛനമ്മ. കഴിഞ്ഞ അധ്യയന വർഷം സ്കൂൾ തുറന്നു. പുതിയ ക്ലാസ്സിലേക്ക് ആവശ്യമായ പുസ്തകങ്ങളൊന്നും വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല. യൂണിഫോമും പഴകി കീറി തുടങ്ങിയിരുന്നു. അങ്ങനെ സ്കൂൾ തുറന്ന ഒരാഴ്ചയായിട്ടും ഞാൻ പോകാതിരിക്കുന്നത് കണ്ടിട്ടാവാം അടുത്ത വീട്ടിലെ അപ്പൂപ്പൻ വീട്ടിൽ വന്നു കാര്യം തിരക്കി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പുസ്തകവും യൂണിഫോമും വാങ്ങാൻ ആവശ്യമായ രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് നീ പഠിച്ച് മിടുക്കനാവേണ്ടവനാണ് എന്നെന്നോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ടോ എന്നറിയില്ല, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹം എനിക്ക് നൽകിയ സഹായവും അതിലുപരി ശക്തി പകരുന്ന വാക്കുകളും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. അതെന്നും അങ്ങനെ മറക്കാതെ ഞാൻ ഓർക്കും. ഞാൻ പഠിച്ച് മിടുക്കനാകും. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഗാനാലാപനം. യേശുദാസ് ആലപിച്ച ഗാനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏതൊക്കെയാണ്? ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി പറയുക. ക്ലാസ്സിൽ അത് സംഘമായോ വ്യക്തിഗതമായോ ആലപിക്കുക. ലഭ്യമായ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമല്ലോ എന്നതാണ് ചോദ്യം. അപ്പോൾ എന്ത് വേണം? നിങ്ങൾ യേശുദാസ് പാടിയ പാട്ടുകൾ കണ്ടെത്തി പാടുക. അതിലെ വാക്കുകളും അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥതലങ്ങളും ഉൾക്കൊണ്ട് പാടാനായിട്ട് ശ്രമിക്കുക. സ്വാഭിപ്രായം വ്യക്തമാക്കുക. ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിൻ്റെ കരുതലിൻ്റെ ഒക്കെ കരങ്ങളുണ്ട്. പാഠഭാഗത്തെ ആസ്പദമാക്കി സ്വാഭിപ്രായം വ്യക്തമാക്കുക. പാടി വീട്ടാത്ത കടങ്ങൾ എന്ന അഭിമുഖത്തിൽ യേശുദാസ് തൻ്റെ വിജയത്തിന് പിന്നിലുള്ളവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ടിക്കറ്റ് എടുക്കാൻ പണമില്ലാതെ വിഷമിച്ചപ്പോൾ മത്തായി എന്ന ടാക്സി ഡ്രൈവർ നൽകിയ 16 രൂപയും അച്ഛൻ്റെ മരണശേഷം ആശുപത്രി ബില്ലടയ്ക്കാൻ പണമില്ലാതെ വിഷമിച്ചപ്പോൾ പി ഭാസ്കരൻ മാഷ് നൽകിയ 800 രൂപയും തനിക്ക് നൽകിയ വലിയ സഹായമായിരുന്നു. അത് മുന്നോട്ട് പോകാനുള്ള ശക്തി പകർന്നു. ഈ ഒരു സഹായം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അനുഭവങ്ങളാണ്. ഈ രണ്ട് കടങ്ങളെയാണ് പാടി വീട്ടാത്ത കടങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് പിന്നിൽ ഒരുപക്ഷെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഒക്കെ ഉണ്ടാവാം. അവർ നൽകുന്ന ചെറിയ സഹായങ്ങളും അല്ലെങ്കിൽ ഒരു നല്ല വാക്കോ ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ സ്നേഹവും കരുതലും സഹനവും ആത്മവിശ്വാസങ്ങൾ നേടാനും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് നയിക്കാനും നമ്മെ സഹായിക്കും. ഈ ബന്ധങ്ങളെ ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. യേശുദാസ് ആദ്യഗാനം ആലപിച്ച സിനിമ ഏതാണ്? കാൽപ്പാടുകൾ. ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവ്വര സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഈ വരികൾ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. വിഗ്രഹിച്ചെഴുതുക. ജീവിത ദർശനം, ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം. പുതുയുഗ പിറവി, പുതുയുഗത്തിൻ്റെ പിറവി. ആദ്യത്തെ പാട്ട്. അനാവശ്യം, ആവശ്യമില്ലാതെ. മനസ്സംതൃപ്തി, മനസ്സിൻ്റെ സംതൃപ്തി. ഇനി അതും ഞാൻ തന്നെ തരണോ? ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മറ്റാരുമല്ല, മത്തായി ചേട്ടൻ. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നു എങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യങ്ങളാക്കുക. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നു, ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്. 2 കടങ്ങൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. മദ്രാസ് യാത്രയിൽ മത്തായി ചേട്ടൻ 16 രൂപ നൽകിയത്. പിതാവ് മരിച്ചപ്പോൾ പി ഭാസ്കരൻ മാഷ് 800 രൂപ നൽകിയത്.
അപ്പച്ചൻ വളരെ അടുപ്പമുള്ള ഒരു സിനിമയിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിരുന്നില്ല. സൂചന പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ശുപാർശയിലൂടെ ഉയരത്തിലെത്താൻ യേശുദാസും അച്ഛനും ശ്രമിച്ചിരുന്നില്ല. പ്രതികരിക്കുക. യേശുദാസ് എന്ന ഗായകനിൽ നിന്ന് ഗാനഗന്ധർവൻ എന്ന പദവിയിലേക്ക് എത്തിച്ചേരുവാൻ ആദ്യകാലത്ത് താൻ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇപ്രകാരം പറയുന്നത്. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ഒക്കെയായിരുന്നു പഠനമെങ്കിലും അപ്പച്ചന് വളരെ അടുപ്പമുള്ള ഒരു സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും തനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ കഷ്ടപ്പാടിലൂടെയും പരിശ്രമത്തിലൂടെയും നേടുന്ന വിജയത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അവർ മാത്രമേ വിജയത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ പരിശ്രമിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ ശുപാർശ കൊണ്ട് നേടിയെടുക്കുന്ന അവസരങ്ങളോ പദവികളോ തൽക്കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാഴ്ചപ്പാട് തൻ്റെ അപ്പച്ചനും ഉണ്ടായിരുന്നിരിക്കണം. തൻ്റെ പിതാവിലൂടെ ലഭിച്ച ഈ ഉപദേശവും പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നേറാനുള്ള ഉൾക്കരുത്തും നിതാന്ത പരിശ്രമവും ഈശ്വരാനുഗ്രഹവുമാണ് തൻ്റെ വിജയരഹസ്യമെന്ന് ഗാനഗന്ധർവൻ പറയുന്നുണ്ട്. ചോറും പാട്ടും എന്ന കഥയിൽ വരുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ ചോറ് തന്നെന്ന് വെച്ച് നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല. നിങ്ങൾ ചോറ് തന്നതിന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാൻ ഒട്ടും പാടുകയുമില്ല. ഗായകൻ്റെ വാക്കുകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായി മാറുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്ത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. ഇത് ചോറുംപാട്ടും എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഗായകൻ. വിശപ്പ് സഹിക്കവയ്യാതെ അദ്ദേഹം ഭക്ഷണം തേടി എത്തിയൊരു മനുഷ്യനാണ് അല്ലേ. തൻ്റെ വിശപ്പിലും തൻ്റെ കലയെ ഒരു വിൽപ്പനച്ചരക്കാക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. താൻ പാടുന്ന പാട്ടുകൾക്ക് ഒരു ആത്മാവുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ പാട്ടുകളെ പാടൂ, അതിനെ ആത്മാവ് ഉണ്ടാകൂ. മറ്റുള്ളവരുടെ പാട്ടുകളിൽ പാടിയ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു കലാകാരൻ്റെ ആത്മാവിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതായത് പണം കൊടുക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാട്ടുപാടാൻ തയ്യാറാകുന്ന ഗായകരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തൻ്റെ ആത്മാഭിമാനത്തിനും വ്യക്തിത്വത്തിനും ക്ഷതമേൽക്കാത്ത രീതിയിൽ പാടാൻ മാത്രമേ തന്നെ കൊണ്ടാവൂ. അല്ലെങ്കിൽ പണം നൽകിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്നെ പ്രലോഭിപ്പിച്ചിട്ടോ മറ്റുള്ളവരുടെ പാട്ടുകൾ പാടാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇവിടെ പ്രകടമാകുന്നത്.